വാ താരങ്ങളിൽ നേരിന്റെ കൂടുകൂട്ടാൻ, സ്നേഹത്തിൻ ശീലുമേക്കാൻ, ധർമ്മത്തിൻ ക്ഷീരമൂട്ടാൻ. വാ താരങ്ങളിൽ നേരിന്റെ കൂടുകൂട്ടാൻ, സ്നേഹത്തിൻ ശീലുമേക്കാൻ, ധർമ്മത്തിൻ ക്ഷീരമൂട്ടാൻ. സ്നേഹസംഗം സിന്ദാബാദ്, സ്നേഹസംഗം സിന്ദാബാദ്, സ്നേഹസംഗം സിന്ദാബാദ്, സ്നേഹസംഗം സിന്ദാബാദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. വിശുദ്ധ ഖുർആൻ മാനവികതയെ ഉണർത്തുന്നു. കാന്തപുരത്തിന്റെ റമളാൻ പ്രഭാഷണം ഇന്ന് അബുദാബിയിൽ. വിളപ്പിൽശാല മാലിന്യ പ്ലാന്റിലേക്ക് ഉപകരണങ്ങൾ കൊണ്ടുപോകാനുള്ള ശ്രമം വീണ്ടും പരാജയപ്പെട്ടു. രാജ്യം കടുത്ത വരൾച്ചയിലേക്കെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരളത്തിൽ 4 ജില്ലകളിൽ കടുത്ത വരൾച്ച. കാസർകോട് തച്ചങ്ങാട് അരവത്ത് സംഘർഷത്തിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ മരിച്ച സംഭവത്തിൽ ജില്ലയിൽ സംഘർഷാവസ്ഥ തുടരുന്നു. ജനങ്ങളെ അണിനിരത്തി നേരിടും പിണറായി, കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. വാർത്തകൾ വിശദമായി. വിളപ്പിൽശാലയിൽ ലീച്ചറ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റിനുള്ള ഉപകരണങ്ങൾ കൊണ്ടുപോകാനുള്ള ശ്രമം വീണ്ടും പരാജയപ്പെട്ടു. ശക്തമായ പോലീസ് സംവിധാനമുണ്ടായിട്ടും ഹൈക്കോടതി വിധി നടപ്പാക്കാൻ ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. നാടകീയ സമരരംഗങ്ങൾക്കൊടുവിൽ വിളപ്പിൽശാലയിൽ നിന്ന് പോലീസിന് പിൻവാങ്ങേണ്ടി വന്നു. സംഘർഷത്തിനിടെ പോലീസുകാർക്കും സമരക്കാർക്കും പരിക്കേറ്റു. അതിശക്തമായ പോലീസ് സംവിധാനത്തിന് മുന്നിൽ ചെറുത്തുനിൽപ്പിന്റെ തീമുഖമാണ് സംയുക്ത സമരസമിതി തുറന്നത്. കയ്യിൽ കിട്ടിയതൊക്കെ തീക്കുണ്ടത്തിലിട്ട് തീമതിൽ തീർത്തുകൊണ്ടിരുന്നു. 2 മണിക്കൂറോളം വിളപ്പിൽശാല യുദ്ധക്കളമായി. ആദ്യമൊന്ന് അമ്പരന്ന് പോലീസ് സംഘം ജലപീരങ്കി ഉപയോഗിച്ച് തീയണച്ചു. പ്രതിരോധം തീർത്ത് ഏതാനും പേരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിനിടെ പൊങ്കാലയിട്ട് പ്രതിഷേധിച്ചിരുന്ന ചിലർ തിളച്ച പൊങ്കാലക്കലങ്ങൾ പോലീസുകാർക്ക് നേരെ എറിഞ്ഞു. 2 വനിതാ പോലീസ് കോൺസ്റ്റബിൾമാർക്ക് പരിക്കേറ്റു. പിന്നെ സമരപന്തലിന് മുന്നിൽ ശക്തമായ പ്രതിരോധം. 2500 പോലീസുകാർ സർവ്വസന്നാഹങ്ങളുമായി വിന്യസിച്ചുവെങ്കിലും ബലപ്രയോഗം ഒട്ടും പാടില്ലെന്നായിരുന്നു നിർദ്ദേശം. തുടർന്ന് ജില്ലാ കലക്ടറുടെ ചുമതല വഹിക്കുന്ന ADM PK ഗിരിജ സമരക്കാരുമായി ചർച്ച നടത്തി. മറ്റു പോംവഴികളില്ലാതെ പിൻവാങ്ങി. പിൻവാങ്ങുകയായിരുന്ന പോലീസുകാർക്ക് നേരെ സമരക്കാർ ആക്രമണം അഴിച്ചുവിട്ടു. 6 പോലീസ് ജീപ്പുകളും 2 ഫയർ എഞ്ചിനുകളും എറിഞ്ഞു തകർത്തു. പോലീസുകാരുടെ വാഹനങ്ങൾ മറിച്ചിട്ട് അവരുടെ പണവും കൊള്ളയടിച്ചു. തുടർച്ചയായി 2ാം തവണയാണ് ഹൈക്കോടതി വിധി നടപ്പാക്കാൻ കഴിയാതെ പോകുന്നത്. കാസർകോട് തച്ചങ്ങാട് അരവത്ത് സംഘർഷത്തിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ മനോജ് മരിച്ച സംഭവത്തിൽ ജില്ലയിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. മനോജിനെ കൊലപ്പെടുത്തിയത് മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്ന് ആരോപിച്ചാണ് CPM നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. ഹർത്താലിന്റെ ഭാഗമായി CPM പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത്. വാഹനം തടഞ്ഞവരെ ലീഗ് പ്രവർത്തകർ ആക്രമിച്ചുവെന്നാണ് CPM ആരോപണം. മർദ്ദനത്തിൽ CPM തച്ചങ്ങാട് ലോക്കൽ സെക്രട്ടറി M കരുണാകരൻ, SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശിവപ്രസാദ് എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് CPM പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിന് നേരെയുണ്ടായ ലീഗ് ആക്രമണത്തിലാണ് മനോജ് കൊല്ലപ്പെട്ടതെന്ന് CPM ആരോപിച്ചു. പ്രകടനത്തിന് നേരെ മുസ്ലിം ലീഗുകാർ സംഘടിതമായ അക്രമം അഴിച്ചുവിട്ടത്. തുടർന്ന് അക്രമികൾ സഖാവ് മനോജിനെ അടിക്കുകയും ഭീകരമായി ചവിട്ടുകയും കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായത്.
പ്രകടനത്തിനിടെ കുഴഞ്ഞുവീണ മനോജിനെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 1 മണിക്കൂറിന് ശേഷം മരിക്കുകയായിരുന്നു. എന്നാൽ കൊലപാതകവുമായി ബന്ധമില്ലെന്ന് ലീഗ് നേതൃത്വം പറഞ്ഞു. മരണകാരണം കണ്ടെത്താൻ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം. കുഴഞ്ഞു വീണു, ഉടൻ തന്നെ വെള്ളം ചോദിച്ചു. അത് കുടിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചു. ഒരു സംഘടനത്തിൽ അദ്ദേഹം മരിച്ചതല്ല. ഇത് ലീഗുമായിട്ടൊരു ബന്ധമില്ല. ഇപ്പോൾ കെട്ടിച്ചമച്ച് ലീഗിന്റെ പേര് വെക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം CPM നടത്തുകയാണ്. ഏത് നടത്തുന്നതിനും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 5 വരെയാണ് കാസർകോട് ജില്ലയിൽ ഹർത്താൽ നടന്നത്. ഉദുമ മേഖലയിൽ വൻ പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. കാസർകോട് ഹർത്താൽ ദിനത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവം പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും. മനോജ് കുമാറിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടം നടത്തി. സ്വൈര്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുവദിച്ചില്ലെങ്കിൽ അത് ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുന്നത് തുടർന്നാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമിക്കപ്പെട്ട പാർട്ടി ഓഫീസുകളും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പ്രവർത്തകരെയും സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ഇരുവരും. രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം, അത് നടത്താൻ അനുവദിക്കില്ല എന്ന് വന്നാൽ അത് ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കുകയില്ല. പോലീസിനെ ഉപയോഗിച്ച് CPMനെ തകർക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ തീവ്രവാദ മുഖമാണ് അക്രമങ്ങളിലൂടെ മാറനീക്കുന്നത്. കൊല്ലപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകൻ മനോജ് കുമാറിന്റെ പോസ്റ്റ്മോർട്ടം വൈകിപ്പിച്ചതും ലീഗ് സമ്മർദ്ദത്താലാണ്. മുഖംമൂടി, കൈയുടെ അടയാളം പതിയാതിരിക്കാൻ കയ്യുറ, ഇത്രയും വിപുലമായ തയ്യാറെടുപ്പ് സാധാരണ ഒരു തീവ്രവാദ വിഭാഗത്തിന് മാത്രമേ കാണാറുള്ളൂ. ലീഗിന്റെ സമ്മർദ്ദത്തിന് പോലീസ് വഴങ്ങിയതാണ് എന്ന് വ്യക്തമാണ്. കാരണം ലീഗുകാരാണ് ആക്രമിച്ച് ഈ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണൂരിനെ ബംഗാളാക്കി മാറ്റാനാണ് CPM ശ്രമിക്കുന്നതെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആരോപണം. പോലീസ് തകർക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഇതിന് CPM മാപ്പ് പറയണം. ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം അസാധ്യമാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ നയമെങ്കിൽ ആ നയം ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. P. ജയരാജന്റെ അറസ്റ്റിനെ തുടർന്നുണ്ടായ അക്രമങ്ങളിൽ തകർക്കപ്പെട്ട കണ്ണൂർ DCC ഓഫീസിൽ രമേശ് ചെന്നിത്തല എത്തിയത് മന്ത്രി KC ജോസഫിനും മറ്റ് നേതാക്കൾക്കുമൊപ്പമാണ്. ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസും ഇവർ സന്ദർശിച്ചു. പോലീസ് ലാത്തിചാർജിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന CPM ജില്ലാ കമ്മിറ്റി അംഗം N. ചന്ദ്രനെയാണ് പിണറായി ആദ്യം കണ്ടത്. ആക്രമിക്കപ്പെട്ട CPM ടൗൺ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസ്, തളിപ്പറമ്പ് സഹകരണ ആശുപത്രി, പയ്യന്നൂരിലെ പ്രവർത്തകരുടെ വീടുകൾ എന്നിവിടങ്ങളിലും പിണറായി എത്തി. രാജ്യം കടുത്ത വരൾച്ചയിലേക്കെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. എൽനിനോ പ്രതിഭാസം മൂലം മഴയുടെ തോതിൽ വൻ കുറവുണ്ടാകുന്ന സാഹചര്യത്തിലാണിത്. 2009 ശേഷമാണ് രാജ്യം വീണ്ടും വരൾച്ചയിലേക്ക് നീങ്ങുന്നത്. മൺസൂണിന്റെ ആദ്യ 2 മാസങ്ങളിൽ 20% മഴ കുറഞ്ഞതായാണ് കണക്കുകൾ. എൽനിനോ ശക്തമായതിനാൽ വരുന്ന 2 മാസങ്ങളിലും മഴയുടെ തോതിൽ വലിയ കുറവുണ്ടാകും. സെപ്റ്റംബറിൽ മഴ നന്നേ കുറയും. ഈ സാഹചര്യത്തിലാണ് രാജ്യം വരൾച്ചയിലേക്ക് നീങ്ങുകയാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥിരീകരിച്ചത്. ജൂണിൽ 29% മഴയുടെ കുറവാണ് രാജ്യത്തുണ്ടായത്. ജൂലൈയിൽ 13% കുറവുണ്ടായി. ഗുജറാത്തിലെ കച്ച് ഉൾപ്പെടെ രാജ്യത്തിലെ പല ഭാഗങ്ങളിലും ശരാശരിയുടെ പകുതി മഴ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലാണ് സ്ഥിതിഗതികൾ ഏറ്റവും മോശമായിരിക്കുന്നത്. കേന്ദ്ര കൃഷിമന്ത്രി ശരത് പവാറും ഗ്രാമവികസന മന്ത്രി ജയറാം രമേശും വരൾച്ച നേരിടുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തുകയാണ്. ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിലും വരൾച്ചയ്ക്ക് സമാനമായ സ്ഥിതിവിശേഷമാണ്. വരൾച്ച കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ ഉന്നതാധികാര സമിതി ഈ ആഴ്ച ആദ്യം യോഗം ചേർന്ന് അടിയന്തര നടപടികൾ ചർച്ച ചെയ്തിരുന്നു. വരൾച്ച മൂലം കാർഷികോൽപാദനത്തിൽ കുറവുണ്ടാകുന്നത് വൻ വിലക്കയറ്റത്തിന് വഴിവെച്ചേക്കും. ഇതിനു മുമ്പ് 2009 വരൾച്ചയുണ്ടായത്. അന്ന് 22% മഴയുടെ തോതിലുണ്ടായ കുറവ്. ദുർബലമായ കാലവർഷം രാജ്യമെങ്ങും ആശങ്ക വർദ്ധിപ്പിക്കുമ്പോൾ കേരളത്തിലെ 4 ജില്ലകൾ കടുത്ത വരൾച്ചയിലേക്ക്. വയനാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലാണ് ഏറ്റവും കുറവ് മഴ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ 42% മഴ കുറഞ്ഞു. SSF വേളം സെക്ടർ സെക്രട്ടറിക്ക് വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റു. ഇശാനിസ്കാരത്തിന് പുത്തലത്ത് ജുമാഅത്ത് പള്ളിയിൽ പോകുന്നതിനിടെ 20 വയസ്സുകാരനായ പുത്തലത്ത് ആമിറിനാണ് വെട്ടേറ്റത്. CPM പ്രവർത്തകരായ മലയിൽ സുധീഷ്, ലിജോ,
അഖിലേഷ് എന്നിവർക്കെതിരെ കുറ്റ്യാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കൈക്കും കാലിനും പരിക്കേറ്റ ആമിറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിന് അപേക്ഷിച്ച 15 പേർക്ക് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അനുമതി നിഷേധിച്ചു. തുടർച്ചയായി 4 വർഷം അപേക്ഷിച്ച് നറുക്കെടുപ്പ് കൂടാതെ ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഉൾപ്പെടെ 15 പേർക്കാണ് അനുമതി നിഷേധിക്കപ്പെട്ടത്. അപേക്ഷയോടൊപ്പം ഇവർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പിശകുണ്ടെന്ന് കാണിച്ചാണ് നടപടി. ജീവിതത്തിൽ ഒരിക്കലും ഹജ്ജ് നിർവഹിച്ചിട്ടില്ലെന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇവർ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇക്കാര്യം പറയുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണത്രേ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഉദ്യോഗസ്ഥർ അപേക്ഷ റദ്ദാക്കിയത്. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അംഗം പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് സാഹിബ് കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്. ഹാജിമാരുടെ അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ഇക്കാര്യത്തിൽ അനുഭാവപൂർണമായ സമീപനം ഉണ്ടാകണമെന്നും ഇവർക്ക് സത്യവാങ്മൂലം പുതുക്കി നൽകാൻ അവസരം നൽകണമെന്നും അദ്ദേഹം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ങ്ങളിൽ ഉഷസിന്റെ ഉന്മ പടർത്തു സോദരേ, മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമിൽ സഹജീവി സ്നേഹ സുമങ്ങൾ വിടരട്ടെ, ആസുരതകളിലെ ദുരപേരിയുയരുമ്പോ ആകുലങ്ങളിലെ നിരാതി നുണയുമ്പോ ചിരിതൂകിടാൻ വിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ, ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉന്മ പടർത്തു സോദരേ, മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമിൽ സഹജീവി സ്നേഹ സുമങ്ങൾ വിടരട്ടെ. തെരുവുകളിൽ വീണുടഞ്ഞൊരു കണ്ണുനീർക്കണമിൽ ചുഴിയിട്ടു തുഴഞ്ഞു പോയൊരു ആശ നാം കണ്ടോ. വാർത്തകൾ തുടരുന്നു. ഗൾഫ് വാർത്തകൾ. മക്ക ജിദ്ദ ഹൈവേയിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി ഉൾപ്പെടെ 2 പേർ മരിച്ചു. 6 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഉംറ നിർവഹിച്ച് മക്കയിൽ നിന്ന് ജിദ്ദയിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകർ സഞ്ചരിച്ച ഇന്നോവ കാർ ചെക്ക് പോസ്റ്റിനടുത്ത് അമീർ ഫവാസിന് സമീപം മറിഞ്ഞായിരുന്നു അപകടം. മലപ്പുറം കിഴിശ്ശേരി ചെറുപറമ്പ് 23 വയസ്സുകാരനായ കുഞ്ഞാനാണ് മരിച്ചവരിൽ ഒരാൾ. രണ്ടാമത്തെയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇയാൾ മലയാളിയാണെന്ന് സംശയിക്കുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ഹറം പരിസരത്തുനിന്ന് ജിദ്ദയിലേക്ക് ആളുകളെ കയറ്റി വരുന്ന സ്വകാര്യ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിൽ മൊത്തം 8 പേരാണ് ഉണ്ടായിരുന്നത്. നിസ്സാര പരിക്കേറ്റ 4 പേരെ പ്രഥമ ശുശ്രൂഷ നൽകി വിട്ടയച്ചു. മരിച്ച മുഹമ്മദ് കുട്ടി 2 വർഷമായി ജിദ്ദ ഹയ്യ നഗറിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു. കഞ്ചാവ് വിൽപ്പന നടത്തിയ 4 ഏഷ്യൻ സ്വദേശികളെ UAEയിൽ അജ്മാൻ മയക്കുമരുന്ന് വിരുദ്ധ വിഭാഗം നടത്തിയ പരിശോധനയിൽ പിടികൂടി. എമിറേറ്റിന്റെ പല ഭാഗങ്ങളിലായി വൻതോതിൽ കഞ്ചാവ് വിൽക്കുന്നുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇവരിൽ നിന്ന് 849 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. കുവൈത്തിൽ രാജ്യത്തിന്റെ വടക്കൻ ഭാഗത്ത് ഇന്നലെ രാവിലെ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 4.2 രേഖപ്പെടുത്തിയതായി ദേശീയ ഭൂചലന നിരീക്ഷണ കേന്ദ്രം സ്ഥിരീകരിച്ചു. രാവിലെ 7:30ഓടെയാണ് ഭൂചലനമുണ്ടായതെന്ന് കുവൈത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയന്റിഫിക് റിസർച്ച് ഡയറക്ടർ ജനറൽ ഡോക്ടർ നാജി അൽ മുത്തൈരി അറിയിച്ചു. ഇന്ന് വൈകുന്നേരത്തോടെ കുവൈത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ പൊടിക്കാറ്റുണ്ടായതായി കുവൈത്ത് വാർത്താ ഏജൻസി അറിയിച്ചു. സംഘടനാ വാർത്തകൾ. വിശുദ്ധ ഖുർആൻ മാനവികതയെ ഉണർത്തുന്നു എന്ന സന്ദേശത്തിൽ കാന്തപുരത്തിന്റെ റമദാൻ പ്രഭാഷണം ഇന്ന് അബുദാബിയിൽ നടക്കും. രാത്രി 10 മണിക്ക് അബുദാബി ഇസ്ലാമിക് സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാന്റെ റമദാൻ അതിഥിയായി UAEയിലെത്തിയ സെയ്ദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ മുഖ്യ അതിഥിയായിരിക്കും. മറ്റു പ്രമുഖ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാർ പരിപാടിയിൽ സംബന്ധിക്കും. തത്സമയം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം സംപ്രേഷണം ചെയ്യും.
കേച്ചേരി മമ്പൗൽ ഹുദ കമ്മിറ്റിയുടെ കീഴിൽ ബദർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നു. ഇന്ന് രാത്രി 10 മണിക്ക് ഷാർജ സുന്നി സെന്ററിൽ തൊഴിയൂർ മുഹമ്മദ് കുഞ്ഞി സഖാഫിയുടെ അധ്യക്ഷതയിൽ UAE ICF നാഷണൽ സെക്രട്ടറി CMA കബീർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. നാസറുദ്ദീൻ സഖാഫി കോട്ടയം മുഖ്യ പ്രഭാഷണം നടത്തും. റമദാൻ 25 രാവിൽ മടവൂര് CM സെന്ററിൽ ദുആ സമ്മേളനവും ആത്മീയ സദസ്സും സംഘടിപ്പിക്കുന്നു. സമൂഹ നോമ്പുതുറയോടെ പരിപാടികൾ ആരംഭിക്കും. ഉത്ബോധനം, ദിക്ർ മജ്ലിസ്, സ്വലാത്ത് ജൽസ, മൗലിദ് സദസ്സുകൾ, ഏത്തിക്കാഫ്, ദുആ സമ്മേളനം തുടങ്ങിയ വ്യത്യസ്ത പരിപാടികളിലായി സയ്യിദ് ത്വയ്യിബ് ജമലുല്ലൈലി കല്ലൂർ, TK അബ്ദുറഹ്മാൻ ബാഖവി, സയ്യിദ് സക്കരിയ കാമിൽ സഖാഫി, സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ തുടങ്ങിയ പ്രമുഖ പണ്ഡിതർ പങ്കെടുക്കും. കരുണാനാളിൽ കാരുണ്യ കൈനീട്ടം എന്ന തലക്കെട്ടിൽ SYS സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന റിലീഫ് ഡേയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ റിലീഫ് ഡേ കളക്ഷന് തുടക്കമായി. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന കളക്ഷന് ആശാവഹമായ പ്രതികരണമാണ് ലഭിച്ചത്. വണ്ടൂരിൽ സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസിയും മലപ്പുറത്ത് PM മുസ്തഫ മാസ്റ്റർ കൂടൂരും അരീക്കോട്ട് CP സേതലവി മാസ്റ്ററും കോട്ടക്കലിൽ PKM സഖാഫി ഇരിങ്ങല്ലൂരും ഉദ്ഘാടനം ചെയ്തു. കരുണാനാളുകളിൽ കാരുണ്യ കൈനീട്ടം എന്ന ശീർഷകത്തിൽ SYS നടത്തുന്ന റിലീഫ് ഡേ ഇന്ന് ജില്ലയിൽ സമുചിതമായി ആഘോഷിച്ചു. ജില്ലാ, മേഖല, പഞ്ചായത്ത്, യൂണിറ്റ് നേതാക്കളുടെ നേതൃത്വത്തിൽ പള്ളി, കവലകൾ, വീടുകൾ എന്നിവ കേന്ദ്രീകരിച്ച് 20 ലക്ഷം രൂപ സമാഹരിക്കാനാണ് ജില്ലാ ക്ഷേമകാര്യ സമിതി ലക്ഷ്യമിടുന്നത്. 1000 രൂപയിൽ കുറയാത്ത സംഖ്യയാണ് ഓരോ യൂണിറ്റുകളിൽ നിന്നും സമാഹരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സമാഹരിക്കുന്ന യൂണിറ്റ്, മേഖല, പഞ്ചായത്ത് ഘടകങ്ങൾക്ക് പ്രത്യേക അവാർഡ് നൽകും. മഅദ്ദിൻ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ജുമാ നിസ്കാര ശേഷം മഅദ്ദിൻ ഗ്രാൻഡ് മസ്ജിദിൽ റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാം സംഘടിപ്പിച്ചു. സയ്യിദ് മുഹമ്മദ് സുഹൈൽ സഖാഫ് കണ്ണൂർ നേതൃത്വം നൽകി. പരിപാടിയുടെ ഭാഗമായി ഉത്ബോധനം, ഇസ്തിഗ്ഫാർ, തഹ്ലീൽ, പാപമോചനത്തിനു വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ സദസ്സ് എന്നിവ സംഘടിപ്പിച്ചു. സയ്യിദ് മുഹമ്മദ് ഫാറൂഖ് ജമലുല്ലൈലി പെരുമുഖം, ഇബ്രാഹിം ബാഖവി മേൽമുറി, അബൂബക്കർ കാമിൽ സഖാഫി അഗത്തി, അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി, ഷൌക്കത്ത് അലി സഖാഫി തുടങ്ങി പ്രമുഖ പണ്ഡിതർ പരിപാടിയിൽ സംബന്ധിച്ചു. കഴിഞ്ഞ ദിവസം പിലാക്കൽ അപകടത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും നടത്തി. KMIC വാർത്തകൾ. KMICയിൽ അല്പസമയത്തിനകം ലുക്മാനുൽ ഹക്കീം സഖാഫി പുല്ലാരയുടെ റമദാൻ പ്രഭാഷണം KMIC തത്സമയം സംപ്രേഷണം ചെയ്യുമെന്ന് അഡ്മിൻ മുജീബ് CMR അറിയിച്ചു. തുടർന്ന് UAE സമയം 10:30 വിശുദ്ധ ഖുർആൻ മാനവികതയെ ഉണർത്തുന്നു എന്ന സന്ദേശത്തിൽ അബുദാബി ഇസ്ലാമിക് സെന്ററിൽ നിന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ റമദാൻ പ്രഭാഷണം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം തത്സമയം സംപ്രേഷണം ചെയ്യും. നാളെ രാവിലെ ഇന്ത്യൻ സമയം 9:30 ഹാഫിൽ അബൂബക്കർ സഖാഫിയുടെ റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം തത്സമയം സംപ്രേഷണം ചെയ്യും. തുടർന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1 മണിക്ക് കോഴിക്കോട് നിന്നും നൌഷാദ് അഹ്സനിയുടെ വഹാബിസത്തിലെ ജിന്ന് എന്ന വിഷയത്തിൽ KMICയിൽ പ്രത്യേക പ്രഭാഷണം നടക്കും. ഇന്ത്യൻ സമയം 4:30 ഖുർആൻ പാരായണ നിയമങ്ങൾ പഠിക്കാൻ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം ഒരുക്കുന്ന സുവർണാവസരം മസാലിഹ് ദേവ കോളേജ് മുദരിസ് ഫഖറുദ്ദീൻ ലത്തീഫിയുടെ നേതൃത്വത്തിൽ തജ്വീദ് ക്ലാസ് നടക്കും. ഇന്ത്യൻ സമയം 6:45 കർമ്മശാസ്ത്രപരമായ സംശയങ്ങൾ ദൂരീകരിക്കാൻ KMIC ഒരുക്കുന്ന ഫിഖ് ക്ലാസിന് സൈദി കൊട്ടുക്കര നേതൃത്വം നൽകും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിശുദ്ധ ഖുർആൻ മാനവികതയെ ഉണർത്തുന്നു. കാന്തപുരത്തിന്റെ റമദാൻ പ്രഭാഷണം ഇന്ന് അബുദാബിയിൽ. വിളപ്പിൽശാല മാലിന്യ പ്ലാന്റിലേക്ക് ഉപകരണങ്ങൾ കൊണ്ടുപോകാനുള്ള ശ്രമം വീണ്ടും പരാജയപ്പെട്ടു. രാജ്യം കടുത്ത വരൾച്ചയിലേക്കെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരളത്തിൽ 4 ജില്ലകളിൽ കടുത്ത വരൾച്ച. കാസർകോട് തച്ചങ്ങാട് അരവത്ത് സംഘർഷത്തിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ മരിച്ച സംഭവത്തിൽ ജില്ലയിൽ സംഘർഷാവസ്ഥ തുടരുന്നു. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും KMIC ന്യൂസ് ടൈം എന്ന ബേലക്സ് ഐഡിയിലോ KMIC 786 എന്ന നിംബസ് ഐഡിയിലോ അറിയിക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന സംഘടനാ വാർത്തകളും മറ്റു വാർത്തകളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC news time@gmail.com.
ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunniOnlineNews.com. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ ഇതേ സമയം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.